ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതിനെയാണ് പാസീവ് എന്ന് വിളിക്കുന്നത്. പി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മളിവിടെ അത് സൂചിപ്പിക്കുന്നത്. ഷുഡ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതിന്റെ പാസീവ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം അത് കാണുകയായിരുന്നു. അവനെ തിരഞ്ഞെടുക്കണം, അത് പാസീവാണ്. ഹി ഷുഡ് ബി ചോസൺ. ആ മരം മുറിക്കണം. ദാറ്റ് ട്രീ ഷുഡ് ബി കട്ട്. ആ മരത്തെ മുറിക്കണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല. ആ മരം മുറിക്കണം. ആ പുസ്തകം കൊണ്ടുവരണം. ദാറ്റ് ബുക്ക് ഷുഡ് ബി ബ്രോട്ട്. നീ ആ പുസ്തകം കൊണ്ടുവരണം. യു ഷുഡ് ബ്രിങ് ദാറ്റ് ബുക്ക്. ആ വ്യത്യാസം നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പാസീവ് എന്താണെന്നുള്ളതാണ്. അവനെ സഹായിക്കണം, അവനെ അയക്കണം, അവനെ പഠിപ്പിക്കണം, ഇങ്ങനെ പറയുന്നതാണ് പാസീവ്. അത് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വാചകങ്ങൾ കാണുകയുണ്ടായി. എന്നെ തിരഞ്ഞെടുക്കണം, ഐ ഷുഡ് ബി ചോസൺ. അതിന്റെ ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ഷുഡ് കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി ഷുഡ് ഐ ബി ചോസൺ, ഷുഡ് ഐ ബി ചോസൺ. എന്നെ തിരഞ്ഞെടുക്കണോ? ഇന്ന് കാണുന്നത് നെഗറ്റീവ് വാചകമാണ്. എന്നെ തിരഞ്ഞെടുക്കരുത്. വെർബ് നമ്മൾ കാണുകയുണ്ടായി ഷുഡ് ബി ചോസൺ. ഇതിന്റെ നെഗറ്റീവ് വയ്ക്കുന്നത് ഷുഡിന് ശേഷം നോട്ട് വെച്ചാൽ മതി. ഷുഡിന് ശേഷം നോട്ട് വയ്ക്കുക. ഷുഡ് നോട്ട് ബി ചോസൺ, ഷുഡ് നോട്ട് ബി ചോസൺ. തിരഞ്ഞെടുക്കരുത്. നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നുണ്ട്. ഷുഡിൻ ബി ചോസൺ, ഷുഡിൻ ബി ചോസൺ. അപ്പോൾ വാചകം നോക്കാം. ഐ ഷുഡിൻ ബി ചോസൺ, ഐ ഷുഡിൻ ബി ചോസൺ, ഐ ഷുഡിൻ ബി ചോസൺ. എന്നെ തിരഞ്ഞെടുക്കരുത്, എന്നെ തിരഞ്ഞെടുക്കരുത്. ഐ ഷുഡിൻ ബി ചോസൺ. ഓക്കെ. ഐ ഷുഡിൻ ബി സെൻഡ്. എന്നെ അയക്കരുത്, എന്നെ അയക്കരുത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഷുഡിൻ ബി സെൻഡ്. ഈ വാചകം എന്നെ അയക്കരുത്, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്. നീ എന്നെ അയക്കരുത് എന്ന് പറയുമ്പോൾ യു ഷുഡ് നോട്ട് സെൻഡ് മീ, യു ഷുഡ് നോട്ട് സെൻഡ് മീ. അത് ഇതാണ് ഉപയോഗിക്കുക. പക്ഷെ പാസീവ് എന്ന് പറയുന്നത് എന്നെ അയക്കരുത്, ഐ ഷുഡ് നോട്ട് ബി സെൻഡ് ഓർ ഐ ഷുഡിൻ ബി സെൻഡ്. എന്നെ പഠിപ്പിക്കരുത്, ഐ ഷുഡിൻ ബി ടോട്ട്, ഐ ഷുഡിൻ ബി ടോട്ട്. എന്നെ പഠിപ്പിക്കരുത്. ഐ ഷുഡിൻ ബി ഹെൽപ്ഡ്. എന്നെ സഹായിക്കരുത്, എന്നെ സഹായിക്കരുത്. ഐ ഷുഡിൻ ബി ലെഡ്. എന്നെ നയിക്കരുത്. ലീഡ്, ലെഡ്, ലെഡ്. ഐ ഷുഡിൻ ബി പണിഷ്ഡ്. എന്നെ ശിക്ഷിക്കരുത്. നമുക്ക് ഹീയിലേക്ക് പോകാം. സിംഗുലർ എല്ലാം ഒരേപോലെ തന്നെയാണ്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേപോലെയാണ്. ഹി ഷുഡിൻ ബി ചോസൺ, ഹി ഷുഡിൻ ബി ചോസൺ. എന്താണ് അതിന്റെ അർത്ഥം? അവനെ തിരഞ്ഞെടുക്കരുത്, അവനെ തിരഞ്ഞെടുക്കരുത്. ഓക്കെ. ഹി ഷുഡിൻ ബി സെൻഡ്. അവനെ അയക്കരുത്, അവനെ അയക്കരുത്. അവൻ അയക്കരുതെന്നല്ല, അത് ഹി ഷുഡ് നോട്ട് സെൻഡ്. അവനെ അയക്കരുത്. ഹി ഷുഡിൻ ബി സെൻഡ്. ഓക്കെ. ഹി ഷുഡിൻ ബി ടോട്ട്. അവനെ പഠിപ്പിക്കരുത്, അവനെ പഠിപ്പിക്കരുത്. അവൻ പഠിപ്പിക്കരുത്. ഹി ഷുഡ് നോട്ട് ടീച്ച്, ഹി ഷുഡ് നോട്ട് ടീച്ച്. അത് നമ്മൾ ആദ്യം കണ്ടതാ. അവനെ പഠിപ്പിക്കരുത്. ഹി ഷുഡിൻ ബി ടോട്ട്, ഹി ഷുഡിൻ ബി ടോട്ട്. ഹി ഷുഡിൻ ബി ഹെൽപ്ഡ്. അവനെ സഹായിക്കരുത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി ഷുഡിൻ ബി ഹെൽപ്ഡ്. അവൻ സഹായിക്കരുത്. അത് നമ്മൾ ആദ്യം കണ്ടത്. ഹി ഷുഡ് നോട്ട് ഹെൽപ്പ്. അവനെ സഹായിക്കരുത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹി ഷുഡിൻ ബി ഹെൽപ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ. ഹി ഷുഡിൻ ബി ലെഡ്. അവനെ നയിക്കരുത്, അവൻ നയിക്കരുത്. ആദ്യം കണ്ടത്. ഹി ഷുഡ് നോട്ട് ലീഡ്, ഹി ഷുഡ് നോട്ട് ലീഡ്. ഈ ഫോമാണ്. അവനെ നയിക്കരുത്. എങ്ങനെ പറയും? ഹി ഷുഡ് നോട്ട് ബി ലെഡ്. ഈ ഫോം ആയിരിക്കണ്ടേ. ഹി ഷുഡിൻ ബി ലെഡ്, ഷോർട്ട് ഫോം. ഹി ഷുഡിൻ ബി ലെഡ്. ഹി ഷുഡിൻ ബി പണിഷ്ഡ്. അവനെ ശിക്ഷിക്കരുത്. ഹി ഷുഡിൻ ബി പണിഷ്ഡ്. അവനെ ശിക്ഷിക്കരുത്. അവൻ ശിക്ഷിക്കരുതെന്ന് എങ്ങനെ പറയും? ആദ്യം കണ്ടത്. ഹി ഷുഡ് നോട്ട് പണിഷ്. ബേസ് ഫോം. അവനെ ശിക്ഷിക്കരുത്. ഹി ഷുഡിൻ ബി പണിഷ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അവനെ ശിക്ഷിക്കരുത്. ഹി ഷുഡിൻ ബി പണിഷ്ഡ് ഓർ ഹി ഷുഡ് നോട്ട് ബി പണിഷ്ഡ്. ഇതേ വെച്ച് നോക്കാം. ഇതുപോലെ തന്നെയാ.
they shouldn't be chosen, they shouldn't be chosen, അവരെ തെരഞ്ഞെടുക്കരുത് അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുക്കപ്പെടരുത്, അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ കൂടുതൽ ഇതാണ് നല്ലത്, അവരെ തെരഞ്ഞെടുക്കരുത്, അവർ തെരഞ്ഞെടുക്കരുത്, അവർ തെരഞ്ഞെടുക്കരുത്. നമ്മൾ ആദ്യം കണ്ടത് they should not choose base form, അവരെ തെരഞ്ഞെടുക്കരുത്. they should not be chosen, ഈ ഫോമാണ്. they should not be chosen, അവരെ തെരഞ്ഞെടുക്കരുത്. they should not be sent, അവരെ അയക്കരുത്. they should not be sent or they shouldn't be sent. they shouldn't be taught, അവരെ പഠിപ്പിക്കരുത്. they shouldn't be helped, അവരെ സഹായിക്കരുത്. they shouldn't be led, അവരെ നയിക്കരുത്. they shouldn't be punished, അവരെ ശിക്ഷിക്കരുത്. ആ മരം മുറിക്കരുത്. that tree shouldn't be cut or should not be cut. that tree should not be cut. ആ കെട്ടിടം നശിപ്പിക്കരുത്. ആ കെട്ടിടം നശിപ്പിക്കരുത്. ആ കെട്ടിടം നശിപ്പിക്കരുത്. ആ കെട്ടിടത്തെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? that building should not be destroyed. destroyed past participle. ആ കെട്ടിടം that building should not be destroyed. അത് പാസീവാ. ഈ പാസീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം മലയാളം, അതിന്റെ ഇംഗ്ലീഷ് ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയുക. ഇവിടെ ചിലതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്, അതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ മറ്റു വാചകങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മരം, ബിൽഡിംഗ്, അങ്ങനെയുള്ള വാചകങ്ങളും വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇന്ന് 3ാമത്തെ വാചകമാണ് നമ്മൾ കണ്ടത്. വളരെ പ്രധാനപ്പെട്ട പാസീവ് എന്ന് നമ്മൾ പറയുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് പഠിച്ച ഷുഡ്, ക്യാൻ, കുഡ്, മറ്റു ടെൻസുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പാസീവില് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. പാസീവിൽ എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കൂ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കൂ. കുറച്ച് വെബ്സ് എല്ലാ ദിവസവും പഠിക്കുക, പുതിയ വെബ്സ് പഠിക്കണം, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കുക. ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമെങ്കിൽ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകൾ വായിച്ചു നോക്കുക. നമ്മൾ ഈ പാസീവിനെയൊക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ,
പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിൽ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രി, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗണ്ട്, ഡ്രൗണ്ട്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.